ആവേശകരമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കലാശക്കൊട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ ഈ വാഹന പ്രചരണ ജാഥയിലൊക്കെ ആയിരുന്ന സ്ഥാനാർത്ഥികൾ ഈ കലാശക്കൊട്ടിന്റെ ഇടത്തേക്ക് എത്തേണ്ടതുണ്ട്. അതുകൂടി ആകുമ്പോഴാണ് ആവേശം അലതല്ലുക, കൊടുമുടി കയറുക ഈ കലാശക്കൊട്ടിന്റെ ആവേശം. എന്തായാലും പ്രചരണ കേന്ദ്രങ്ങൾ പിന്നിട്ടുകൊണ്ട് ആ പ്രചരണ വാഹനങ്ങൾ കൊട്ടിക്കലാശത്തിന്റെ ഇടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളുണ്ട്. ഇതിനോടകം തന്നെ 3 സ്ഥാനാർത്ഥികളും എത്തി കൊട്ടിക്കലാശം ആവേശത്തിലായ ഇടങ്ങളുമൊക്കെയുണ്ട്. എന്തായാലും പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. 10 വർഷത്തെ ഭരണ നേട്ടം അതൊരു പ്രോഗ്രസ് റിപ്പോർട്ടാക്കി തയ്യാറാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇടത് സർക്കാർ വീണ്ടും ജനവിധി തേടുന്നത്. 97% വാഗ്ദാനങ്ങളും പാലിച്ചവരാണ് തങ്ങൾ എന്ന് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ അവർ വെക്കുകയാണ്. അങ്ങനെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയുന്നത് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF തുടർ ഭരണത്തിനുള്ള അവസരം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതേസമയം ഇന്ദിരാ ഗ്യാരണ്ടി 5 ഇന്ദിരാ ഗ്യാരണ്ടികളാണ് UDFന്റെ തുറുപ്പ് ചീട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. അത് മറ്റ് പല സംസ്ഥാനങ്ങളിലും അവർ വിജയിപ്പിച്ചെടുത്ത ഒരു സമവാക്യമാണ്. ആ രീതിയിൽ 5 ഇന്ദിരാ ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തവണ UDF വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്, വയനാട് ഫണ്ട് വിവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, FCRA, SDPI ജമാഅത്തെ ബന്ധം, അങ്ങനെ ഈ കഴിഞ്ഞു പോയ 23 ദിവസം സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഇളക്കി മറിച്ച നിരവധി വിഷയങ്ങളുണ്ട്. ഡീൽ ആരോപണം അത് UDF തൊടുത്തുവിട്ടതാണ്, രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ടതാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ഏറ്റെടുത്ത ഡീൽ വിവാദം ഈ 23 ദിവസങ്ങളിലും വലിയ നിലനിന്നതാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുണ്ട്. ഒപ്പം തന്നെ വയനാട് ദുരന്ത ബാധിതർക്കുള്ള വീട് നിർമ്മിക്കുന്നതിൽ വന്നിട്ടുള്ള പാഴ്ചകൾ ചൂണ്ടിക്കാട്ടിയുള്ള വലിയ പ്രചരണം, അങ്ങനെ നിരവധി വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് ഏറ്റവും സജീവമായി കേട്ടത്. അതിൻ്റെയൊക്കെ ആകെ തുക ജനങ്ങൾ വിധിയെഴുതാനായി പോവുകയാണ്. മറ്റന്നാളാണ് വിധിയെഴുത്ത്. നാളെ നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. ഈ മുന്നിലേക്ക് വന്ന വിഷയങ്ങളിൽ നിശബ്ദമായി ജനങ്ങൾ വിലയിരുത്തൽ നടത്തുന്ന ദിവസമാണ് നാളെ. അതിനുശേഷം മറ്റന്നാളാണ് വിധിയെഴുത്ത്. എല്ലാവിധ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പിന് പൂർണ്ണമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊട്ടിക്കലാശത്തിൻ്റെ വേദിയാണ്. പലയിടങ്ങളിലും ആവേശം അലതല്ലുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 മുന്നണികളും അരയും തലയും മുറുക്കി പ്രചരണ രംഗത്ത് നിന്ന 23 ദിവസങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. അതിൽ ഇപ്പോൾ അതിൻ്റെ കലാശക്കൊട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദിലേക്ക് വരുന്നതിന് മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആറന്മുള മണ്ഡലത്തിലാണ് ശശിനാരായണൻ ഉള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആറന്മുള നമുക്കറിയാം ആരോഗ്യമന്ത്രിയെ വീഴ്ത്താൻ ഉറപ്പിച്ച് UDF നിൽക്കുന്ന ഇടമാണ്. അതേസമയം തളരില്ല തകരില്ല എന്ന ഉറപ്പോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി വീണ ജോർജും മത്സര രംഗത്തുള്ള ഇടമാണ്. ശക്തമായ മത്സരം, ത്രികോണ മത്സരം നടക്കുന്ന ഇടമാണ്. NDAക്ക് വേണ്ടി കുമ്മനം രാജശേഖരനും മണ്ഡലത്തിലിറങ്ങുമ്പോൾ അവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതിൻ്റെ ആവേശം പ്രചരണ രംഗത്തുടനീളം നമ്മൾ കണ്ടു. കൊട്ടിക്കലാശത്തിലും ആ ആവേശമുണ്ടോ എന്നതാണ് അറിയേണ്ടത്. ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, എങ്ങനെയാണ് കൊട്ടിക്കലാശം അവിടെ പുരോഗമിക്കുന്നത്? ആവേശകരമായ ഒരു കൊട്ടിക്കലാശമാണ് ആറന്മുള മണ്ഡലം. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ആവേശകരമായ ഒരു കൊട്ടിക്കലാശങ്ങൾ സമാപനമായിരിക്കുന്നു. 1 മാസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഓരോ മുന്നണികളും അവരുടെ കരുത്ത് കാട്ടിയുള്ള ഒരു കൊട്ടിക്കലാശം എന്ന് വേണമെങ്കിൽ പറയാം. പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തെ പത്തനംതിട്ട സംബന്ധിച്ചാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. 3 മുന്നണികളും പെട്ട, അതായത് LDFിന്റെ 3 മുന്നണി LDF അടക്കമുള്ള മുന്നണികളുടെ ശക്തരായ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആഘോഷത്തോടുകൂടി രാഷ്ട്രീയപരമായുള്ള ഒരു വാശിയോടുകൂടിയുള്ള ഒരു കൊട്ടിക്കലാശമാണ് പത്തനംതിട്ടയിലെ നഗരസഭയിൽ എല്ലാ മണ്ഡലങ്ങളിലും, അതായത് റാന്നിയും കോന്നിയും അവിടെ നിന്ന് ഉള്ള വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ആവേശത്തിലാണ് അവിടെ പ്രവർത്തകർ, അത്രമാത്രം ശബ്ദമാനമാണ് അവിടുത്തെ അന്തരീക്ഷം എന്ന് തന്നെ പറയാം. നമുക്ക് ആറന്മുളയിൽ ദൃശ്യങ്ങളിൽ കാണാം. ശവം തൂക്കികൾക്ക് വോട്ടില്ല എന്നതുൾപ്പെടെയുള്ള ബാനറുകൾ LDF ക്യാമ്പിൽ നിന്ന് ഉയർത്തുന്നുണ്ട്. അത് വയനാടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ശക്തമായ പ്രചരണം അവിടെ ഈ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിരുന്ന ഒരിടമാണ്. എല്ലാ വിഷയങ്ങളും ആറന്മുള ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ആരോഗ്യമന്ത്രിയുടെ വീഴ്ചകൾ എണ്ണമിട്ട് നിരത്തിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം ഉണ്ടായിരുന്നത്. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. ആ വീറും വാശിയും ഒക്കെ പ്രചരണ രംഗത്ത് സജീവമായി തന്നെ ഉണ്ട്. നമ്മൾ പേരൂർക്കടയിലെ ദൃശ്യങ്ങളാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരൂർക്കടയിൽ
സർവ സജ്ജീകരണങ്ങളോടെയുമുള്ള കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് കൊട്ടിക്കലാശത്തിലും എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ മത്സരവും ആ നിലയിൽ തന്നെ ഉള്ളതാണ്. പ്രവചനാതീതമാണ് വട്ടിയൂർക്കാവിലെ സാഹചര്യങ്ങൾ. ഇപ്പോൾ കൊട്ടിക്കലാശത്തിലും ആ വീറും വാശിയും ഒക്കെയുണ്ട്. ആ മേൽക്കൈ ആർക്ക് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൊട്ടിക്കലാശത്തിലും വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. 1 ഇഞ്ച് പിന്നോട്ടില്ല ഒരു മുന്നണിയും എന്നതാണ് വട്ടിയൂർക്കാവിലെ സാഹചര്യം. അത് പ്രചരണ രംഗത്തുടനീളം നമ്മൾ കണ്ടതാണ്. ആ കരുത്ത് തന്നെ ഇപ്പോഴും 3 മുന്നണികളും ഈ കൊട്ടിക്കലാശത്തിന്റെ സമയത്തും പ്രകടിപ്പിക്കുന്നു എന്നതാണ് വട്ടിയൂർക്കാവിലെ സാഹചര്യം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പറവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. പറവൂരിൽ നേരത്തെ ഡാനിപ്പോൾ സൂചിപ്പിച്ചു, പറവൂരിൽ CPIയുടെ ET ടൈസൺ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ ആ രീതിയിൽ കൊട്ടിക്കലാശത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിരുന്നു. BJP സ്ഥാനാർത്ഥി പ്രസന്ന വത്സകുമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു. ഇനി VD സതീശന്റെ പ്രചരണ വാഹനം കൂടിയാണ് അവിടേക്ക് എത്താനുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ, കണ്ണൂരിൽ കടന്നപ്പള്ളി അല്ലാതെ ചോദിച്ചുകൊണ്ടുള്ള ബാനർ ഉയർത്തിക്കൊണ്ടാണ് LDFന്റെ കാൽനട ജാഥ കടന്നു വരുന്നത്. ഫ്രണ്ടിൽ തന്നെ സ്ഥാനാർത്ഥിയുണ്ട്. VV അരുണിലേക്ക് പോയാൽ കടന്നപ്പള്ളിയുടെ ഏറ്റവും അവസാന നിമിഷം അവരുടെ പ്രതീക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാമായിരുന്നു. EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. വലിയ ആവേശത്തിലാണ് അവിടെ ഇടത് ക്യാമ്പ്. അതേസമയം TO മോഹനൻ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. VV അരുൺ അവിടെ നിന്ന് ചേരുന്നു. അരുൺ, കടന്നപ്പള്ളി വലിയ ആവേശത്തോടു കൂടി കാൽനട ജാഥയെ നയിച്ചുകൊണ്ട് കൊട്ടിക്കലാശ വേദിയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കാമോ? ഈ അവസാന നിമിഷങ്ങളിലെ പരസ്യ പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങളിലെ പ്രതികരണം തേടാമോ? വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സവിനയം സസ്നേഹം അഭ്യർത്ഥിക്കുന്നു. അരുൺ, കേൾക്കാമോ? നമുക്കറിയാം, ഈ കൊട്ടിക്കലാശത്തിന്റെ സമയത്ത് റിപ്പോർട്ടർമാർക്ക് ഇവിടെ നിന്ന് ചോദിക്കുന്നത് കൃത്യമായി കേൾക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത്രമാത്രം ശബ്ദമയമായിരിക്കും അവിടം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹം കാൽനടയായാണ് തുടർന്നോളൂ. അരുൺ, കേൾക്കാൻ തുടർന്നോളൂ. ഇത് ഇടതുമുന്നണിയുടെ കണ്ണൂർ മണ്ഡലത്തിൽ ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം ആരംഭിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ കൊട്ടിക്കലാശത്തിന്റെ ഭാഗമാണ്. സ്ഥാനാർത്ഥി മുന്നിൽ നടക്കുന്നു. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? വിജയപ്രതീക്ഷയുണ്ടോ? ദൃഢനിശ്ചയത്തോടെ വലിയ പുരുഷ ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ കഴിഞ്ഞതിനേക്കാളെ സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമേന്ദ്ര പ്രതികരണമാണ്. ഉൾപ്പെടെയുള്ള CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വലിയ വിജയം ഉണ്ടാകുമോ? മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റെങ്കിലും കൂടുതൽ നേടി അധികാരത്തിൽ തുടരുമെന്നാണ്. തീർച്ചയായും അതൊരു യാഥാർത്ഥ്യമായിരിക്കും. UDF ഒക്കെ പക്ഷെ വലിയ അവർ ഇതിനകം തന്നെ ജയിച്ചു കഴിഞ്ഞു എന്നാ പറയുന്നത്. അവർക്ക് വേറെന്താ പറയാൻ വഴി? അവര് രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണ്. കേരളം ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വന്ന് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അദ്ദേഹമൊന്നും പക്വത എത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയല്ല. ഈ നാടറിയാത്ത മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി പറയാം. കേരളത്തിലെ ജനങ്ങൾ അത് കേട്ട് സഹിക്കില്ല. പലയിടത്തും പ്രചരണം ഇപ്പോഴും ഈ സ്വർണ്ണക്കൊള്ളയും പോറ്റിയെ കയറ്റിയ പാട്ടും ഒക്കെ തന്നെയാണ് പല കേന്ദ്രങ്ങളിലും. ഒന്നും പറയാനില്ലാത്തവർ വിളിച്ചു പറയുന്ന മുദ്രാവാക്യമാണത്. കേരളത്തിന്റെ വികസനമാണ് നമ്മുടെ മുമ്പിൽ. 3.5 കോടി മലയാളികളുടെ ക്ഷേമമാണ് കേരളത്തിന്റെ പ്രശ്നം. ആ കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. വയനാട് പുനരധിവാസം ഇനിയും പൂർത്തിയാക്കാൻ തുടങ്ങാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് സർക്കാരിന്റെ ഭാഗത്താണ് വീഴ്ചയെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പോഴും കോൺഗ്രസിന്റെ തെറ്റുകളും അവർ വാഗ്ദാന ലംഘനങ്ങളും ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം മാത്രമാണത്. അതുകൊണ്ട് കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. എത്ര സീറ്റ് കിട്ടും ഈ ഘട്ടത്തിൽ? EPയുടെ ഒരു പ്രവചനം എന്താണ്? എണ്ണമല്ല പ്രശ്നം. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ,
നിലവിലുള്ളതിനേക്കാളും ഒന്നെങ്കിലും വർദ്ധിക്കുമെന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.